Okay. So econometrics നമ്മൾ എക്കണോമിക് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. എക്കണോമിക് ഫോർകാസ്റ്റിംഗിൽ പല മാർഗങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഒന്നാമത്തത് എക്സ്പോണൻഷ്യൽ സ്മൂത്തിങ് എന്ന് പറയുന്നൊരു മാർഗമാണ്. അതായത് ഹിസ്റ്റോറിക്കൽ ഡാറ്റയിലേക്ക് ഒരു കർവ് ഫിറ്റ് ചെയ്യുക. രണ്ടാമത്തത് നമ്മൾ സിംഗിൾ ഇക്വേഷൻ മെത്തേഡാണ്. ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്, അതിൻ്റെ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള കോഎഫിഷ്യൻസിനെ കണ്ടെത്തുന്നു. ആ കോഎഫിഷ്യൻസ് ഉപയോഗിച്ച് ഫോർകാസ്റ്റിംഗ് നടത്തുന്നു. അപ്പോൾ അതിന് പല പോരായ്മകളുണ്ട്. കാരണം ഷോർട്ട് ടൈം ഫോർകാസ്റ്റിംഗ് മാത്രമേ അതിൽ നടക്കുകയുള്ളൂ. ലോങ് റണ്ണിലേക്ക് പോകുന്തോറും അതിൽ എററുകൾ കൂടിക്കൊണ്ടിരിക്കും. മൂന്നാമത്തതാണ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ ഫോർകാസ്റ്റിംഗ്. സൈമൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത് എൻഡോജിനസ് എക്സോജിനസ് വേരിയബിൾസ് ഉൾപ്പെടുന്ന എ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഉപയോഗിച്ച് തിയറിറ്റിക്കലായിട്ട് ഫോർകാസ്റ്റിംഗ് നടത്തുന്നു. പക്ഷെ അതിൻ്റെ പ്രെഡിക്റ്റീവ് കപ്പാസിറ്റി വളരെ കുറവായിരുന്നു. സോ പിന്നീട് വരുന്നതാണ് അരിമ മോഡലിംഗ്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓട്ടോ റിഗ്രസീവ് ഇൻ്റഗ്രേറ്റഡ് മൂവിങ് ആവറേജ് മോഡൽ, അരിമ മോഡൽ. വളരെ പോപ്പുലറാണ്. ദെൻ അതിനുശേഷം അതൊരു യൂണിവേരിയേറ്റ് അനാലിസിസ് ആണ്. യൂണിവേരിയേറ്റ് എന്ന് പറയുന്നത് we are depending only on, we are predicting a time series stochastic process based on its own past values and the random error and its own lagged random error times. ഒരു ടൈം സീരീസ് സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്സിനെ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ തന്നെ പാസ്റ്റ് ലാഗ്ഡ് വാല്യൂസും അതുപോലെ റാൻഡം ഷോക്സിൻ്റെ കറണ്ട് ആൻഡ് ലാഗ്ഡ് വാല്യൂസും ടൈംസും ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമ്മൾ ഫോർകാസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്നതാണ് അരിമ മോഡലിൻ്റെ പ്രത്യേകത. ഒരു യൂണിവേരിയേറ്റ് ആണ്. വാർ മോഡൽ എന്ന് പറയുന്നത് അതിൽ കൂടുതൽ എൻഡോജിനസ് വേരിയബിളുകൾ ഉൾപ്പെടുത്തുന്നുണ്ട്. സൈമൾട്ടേനിയസ് ഇക്വേഷന് റിസംബ്ലിംഗ് ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റിംഗ് മോഡലാണ് വാർ, വെക്ടർ ഓട്ടോ റിഗ്രഷൻ മോഡൽ എന്ന് പറയുന്നത്. Today we will focus on അരിമ മോഡൽ. അരിമ മോഡലിന് വളരെ പോപ്പുലറായിട്ട് അറിയപ്പെടുന്നത് ബോക്സ് ജെൻകിൻസ് മോഡൽ എന്നാണ്. കാരണം ബോക്സ് ജെൻകിൻസ് എന്ന് പറയുന്ന രണ്ട് എക്കണോമെട്രീഷ്യന്മാരാണ് ഈ മോഡൽ ഡെവലപ്പ് ചെയ്തത്. സോ ഇറ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് ബോക്സ് ജെൻകിൻസ് മെത്തഡോളജി. ടെക്നിക്കലി ഇറ്റ് ഈസ് നോൺ ആസ് ഓട്ടോ റിഗ്രസീവ് ഇൻ്റഗ്രേറ്റഡ് മൂവിങ് ആവറേജ് മോഡൽ. സോ നമ്മൾ ഇന്ന് ബോക്സ് ജെൻകിൻസ് മെത്തഡോളജിയെ കുറിച്ച് സംസാരിക്കും. ഇപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫോർകാസ്റ്റിംഗ് ചെയ്യാനായിട്ട് നമ്മളൊരു മോഡൽ ബിൽഡ് ചെയ്യുമ്പോൾ, ഒരു ടൈം സീരീസ് സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്സിനെ ഒരു മോഡലായിട്ട് ബിൽഡ് ചെയ്യുമ്പോൾ അതിനെ പല രീതിയിൽ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഓട്ടോ റിഗ്രസീവ് മോഡലായിട്ട് ബിൽഡ് ചെയ്യാം. അതായത് നമുക്കതിനെ നമുക്കൊരു AR മോഡലായിട്ട് വേണമെങ്കിൽ ബിൽഡ് ചെയ്യാം. ദർ ആർ വേരിയസ് പോസിബിലിറ്റീസ്. നമുക്കൊരു ഫോർകാസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു മോഡൽ ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഓട്ടോ റിഗ്രസീവ് മോഡലായിട്ട് ബിൽഡ് ചെയ്യാം. സോ അങ്ങനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് ടു ആൻസർ എ ക്വസ്റ്റ്യൻ. എത്ര ലാഗാണ്, ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ എത്ര ലാഗ്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദാറ്റ് ഓട്ടോ റിഗ്രസീവ് മോഡൽ? സോ നാച്ചുറലി ദിസ് ക്വസ്റ്റ്യൻ വിൽ അറൈസ്. മറ്റൊരു രീതിയിൽ നമുക്ക് ബിൽഡ് ചെയ്യാവുന്നത്, വി ക്യാൻ ബിൽഡ് ദ മോഡൽ ആസ് എ മൂവിങ് ആവറേജ്. അതായത് കറന്റ് റാൻഡം ഷോക്കും വെയ്റ്റഡ് സം ഓഫ് ലാഗ്ഡ് റാൻഡം ഷോക്സും. അതായത് നമ്മൾ റാൻഡം ഷോക്കുകളെയാണ് അതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ എറർ ടൈംസിനെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. കറന്റ് ആൻഡ് ലാഗ്ഡ് എറർ ടൈംസ് വെയ്റ്റഡ് ബൈ ദർ റെസ്പെക്റ്റീവ് കോഎഫിഷ്യൻസ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ മൂവിങ് ആവറേജ് മോഡലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എത്രയായിരിക്കണം അതിൻ്റെ ക്യൂ? സോ അതിൻ്റെ ലാഗ്സിൻ്റെ നമ്പർ എത്രയാണ്, എത്ര ലാഗ് വരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം? ദാറ്റ് വിൽ ബി അനദർ ക്വസ്റ്റ്യൻ.
Another kind of modeling is ARMA modeling. That is a combination of autoregressive and moving average. Combination of autoregressive and moving average. See, ഇതാണ് നമ്മൾ എടുക്കുന്ന മോഡൽ എങ്കിൽ then we should know what is the P and Q value. What is the value of P and Q? അതായത് ARന്റെ ഓർഡർ എത്രയാണ്, MAയുടെ ഓർഡർ എത്രയാണ്? ഫസ്റ്റ് ഓർഡർ ആണോ, 1-1 ആണോ, 1-2 ആണോ, 2-2 ആണോ? It can be different models with different lags. So അതല്ലെങ്കിൽ is it ARIMA modeling? ARIMA model എന്ന് പറയുന്നത് ARMA മോഡൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അറ്റ് ലെവൽ ഫോം നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ടൈം സീരീസ് സ്റ്റോക്കാസ്റ്റിക് പ്രോസസ് സ്റ്റേഷനറി ആണെങ്കിൽ മാത്രമേ നമുക്ക് ARMA ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം ഫോർകാസ്റ്റിങ്ങിന് ഒരു അസംഷൻ എന്ന് പറയുന്നത് the time series stochastic process is stationary. So if it is not stationary, we have to make it stationary. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് ചെയ്യുന്നത് ഇന്റഗ്രേഷൻ ആണ്. We will that will be integrated of one order maybe or two order. അതിന് നമ്മൾ പറയുന്നത് ഡിഫറൻസിങ് ആണ്. സോ നമുക്ക് അപ്പോൾ നമ്മൾ ഡിഫറൻസിങ്ങിന്റെ എത്ര ഡിഫറൻസിങ് ആണ് നടത്തിയിരിക്കുന്നത് അതാണ് നമ്മൾ ഡി ഡിനോട്ട് ചെയ്യുന്നത്, ദെൻ ക്യൂ. സോ ദീസ് ആർ ദ ഓർഡേഴ്സ് ഓഫ് ARIMA. സോ ഇതെല്ലാം ഈ ഡിഫറെന്റ് ഫോംസിൽ നമുക്ക് ഒരു ടൈം സീരീസ് സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്സിനെ മോഡൽ ചെയ്യാൻ പറ്റും. സോ വാട്ട് ഷുഡ് ബി അവർ ചോയ്സ്? എന്തായിരിക്കണം നമ്മുടെ ചോയ്സ്? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. സോ നമ്മൾ ബോക്സ് ജെൻകിൻസ് മെത്തഡോളജി ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടി ഒരു ടൈം സീരീസ് സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്സിനെ ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് ഏത് മെത്തഡോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സോ നമുക്ക് ബോക്സ് ജെൻകിൻസ് മെത്തഡോളജിയാണ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഐഡന്റിഫിക്കേഷൻ. അതായത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ആണ്. എന്താണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ്? ഇനി നമ്മൾ ഇതിൽ AR ആണ്, നമ്മൾ പ്യുവർലി AR ആണെങ്കിൽ we should identify the value of P. If we choose MA model, then we should also identify the value of Q or the ordering order. If we are identifying it as ARMA model, then we should identify the P and Q. If the time series stochastic process is non-stationary at the level form, then we have to difference it to make it stationary. അങ്ങനെയാണെങ്കിൽ എത്ര ഡിഫറൻസ്? അപ്പോഴത് അതിനുശേഷം നമ്മൾ AR ആണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ARMA ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദെൻ ഡിഫറൻസിങ്ങിന് ശേഷം നമ്മൾ ARMA ഉപയോഗിക്കുമ്പോഴാണ് അത് ARIMA ആവുന്നത്. ഡിഫറൻസിങ്ങിന് ശേഷം നമ്മൾ ARMA ഉപയോഗിക്കുമ്പോൾ ദാറ്റ് മോഡൽ ബിക്കംസ് ARIMA. സോ എത്ര ഡിഫറൻസിങ് ആണ് നടത്തിയത്? So first step is identification. Once we identified the model, suppose നമ്മൾ model identify ചെയ്തു. For the sake of convenience, let me say we identified ARIMA to 1, 2. Let's say we identified the ARIMA we identified the model as 2, 1, 2, which implies that എന്താണ് ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? അതിന്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് we include into the model 2 lagged forms of dependent variable, then the current random shock and 2 lagged random shocks. And one important thing is that is stationary at the difference. It is not stationary at level form. Actually at level form that time series stochastic process was non-stationary. നമ്മൾ അതിനെ ഒരു ഫസ്റ്റ് ഡിഫറൻസിങ്ങിലൂടെയാണ് അത് സ്റ്റേഷനറി ആക്കിയത്. ആ സ്റ്റേഷനറി ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു?
അതിൽ രണ്ട് ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ രണ്ട് ലാഗും ദെൻ കറന്റ് റാൻഡം ഷോക്കും ദെൻ രണ്ട് ലാഗ്ഡ് റാൻഡം ഷോക്സും ആ മോഡൽ ഇൻക്ലൂഡ് ചെയ്തു. അതാണ് അതിൻ്റെ അർത്ഥം. So suppose we identified, we will study how we identify these things. Let me just give the crux of the idea. So second step, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മളിത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും നമ്മളത് എസ്റ്റിമേറ്റ് ചെയ്യണം. Now we can estimate. So second step is estimation. നമ്മൾ ഇപ്പോൾ AR1 മോഡൽ ആണെങ്കിൽ we will estimate AR1 model. If MA2 model ആണെങ്കിൽ we will estimate MA2 model. If say it is stationary at level form, then we will suppose it is ARMA 22, then we will estimate ARMA 22 model after identification. So we will estimate. Estimation നമ്മൾ generally നമ്മൾ OLS method നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും, ordinary least square method. അത് എല്ലായ്പ്പോഴും ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ we can also resort to non-linear regression methods. But in general, it is possible to use OLS. Then മൂന്നാമത്തത്, once we estimate, മൂന്നാമത്തത് we will have to do diagnostic checking. നമ്മൾ ചെയ്തത് ആ മോഡൽ ബെസ്റ്റ് ഫിറ്റ് ആണോ, അതിൻ്റെ ഫിറ്റ് എങ്ങനെയാണ് എന്ന് നമ്മൾ ഡയഗ്നോസ്റ്റിക് ചെക്കിങ്ങിലൂടെ നമ്മൾ ഡയഗ്നോസ്റ്റിക് ചെക്കിങ്ങിന് വിധേയമാക്കും. എന്താണ് ഡയഗ്നോസ്റ്റിക് ചെക്കിങ്? We will study in detail, but I will give you a crux of the idea. Diagnostic checking എന്ന് പറയുന്നത് നമ്മൾ ഈ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിയുമ്പോൾ we will get estimated coefficients. Then we can save the residual. We can get the residual. ആ residual white noise ആണോ എന്ന് ചെക്ക് ചെയ്യാണ് ഡയഗ്നോസ്റ്റിക് ചെക്കിങ് ചെയ്ത്. Whether that the estimated residual is white noise. എന്താണ് white noise എന്ന് നമ്മൾക്കറിയാം. If mean is equal to 0 and variance is constant, then it is white noise. Usually residualsനെ നമ്മൾ white noise ആയിട്ട് assume, നമ്മൾ error termനെ നമ്മൾ white noise ആയിട്ടാണ് കാണുന്നത്. If it is not white noise, then we have to make it, or we have to correct the model. അതായത് അത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ ഇൻഡിപെൻഡൻ്റ്ലി ഐഡന്റിറ്റിക്കലി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് IID ആയിരിക്കണം. അതല്ലെങ്കിൽ then we will include more lagged dependent variables into the model in order to rectify that serial correlation. അപ്പോൾ നമുക്ക് കൂടുതൽ ലാഗ്ഡ് ഡിപെൻഡന്റ് വേരിയബിൾ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരാം, ഒരു പക്ഷേ നമ്മളത് റെക്ടിഫൈ ചെയ്യാനായിട്ട്. സോ ഡയഗ്നോസ്റ്റിക് ചെക്കിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ we will check whether the estimated residuals, after this estimation we will get the estimated residuals, whether that is white noise. White noise എന്ന് പറയുന്നത് സീറോ മീൻ കോൺസ്റ്റന്റ് വേരിയൻസ്. സോ റെസിഡ്യുവലിന്റെ മീൻ നമുക്കറിയാം, it will be 0. Is it homoscedastic? So we will have to check that variance. So diagnostic checking നമ്മൾ സീറോ മീൻ ആണോ കോൺസ്റ്റന്റ് വേരിയൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. So once that diagnostic checking is completed and we are satisfied, then we can go along with forecasting. Fourth step is forecasting. So only if our model is fit and it is diagnosed, when undergoing the diagnostic check, it is okay, the residuals are white noise, then we can carry on with the forecasting. Otherwise, നമുക്കത് പറ്റിയില്ല, നമ്മുടെ ഡയഗ്നോസ്റ്റിക് ചെക്കിങ്ങിൽ നമ്മൾ ഫെയിൽ ചെയ്തു, നമ്മൾ എന്തിലേക്ക് തിരിച്ചു പോകും? We will go back to identification. We have to identify another model. We have to estimate again. We have to undertake diagnostic checking, then forecasting. So it is an iterative process. അതായത് it is not just a single process. It is an iterative process, repetitive process. So means once we identified a model, but unfortunately while undergoing estimating and undergoing the diagnostic checking, residuals are not white noise, then we have to
go back and identify another model. So Box-Jenkins methodology കുറിച്ച് പറയുന്നത് it is more of an art than science. ഇത് സയൻസിനേക്കാൾ ഉപരി ഒരു ആർട്ടാണ്. അതായത് it is only with the experience we can identify a good model which gives us a good forecasting result. So ഈ 4 steps ആണ് Box-Jenkins ടെക്നോളജി അല്ലെങ്കിൽ അരിമ മോഡലിംഗിൽ ഉള്ളത്. So one predominant thing is that it is a univariate analysis. It's a univariate analysis. അതായത് നമ്മൾ GDP ആണ് നമ്മൾ predict ചെയ്യുന്നതെങ്കിൽ we are using only the past values of GDP and the current and past values of the random error time. We are not considering any other exogenous or any other variables. അതുകൊണ്ട് നമ്മൾ അതിനെ അത്തിയറിറ്റിക് എന്നാണ് പറയുക. അരിമ മോഡലിനെ അത്തിയറിറ്റിക്. ഇറ്റ് ഇസ് നോട്ട് ബേസ്ഡ് ഓൺ എനി തിയറി. ലെറ്റ് ദ ഡാറ്റ സ്പീക്ക് ഫോർ ഇറ്റ് സെൽഫ്. ഡാറ്റ ഇപ്പോൾ GDP ഒരു ഡാറ്റയുണ്ട്, ഒരു 20 വർഷത്തെ അല്ലെങ്കിൽ 30 വർഷത്തെ ഡാറ്റയുണ്ട്. ആ ഡാറ്റ അതിനുവേണ്ടി സംസാരിക്കട്ടെ, അടുത്ത് എന്തായിരിക്കും എന്നുള്ളത്. അതാണ് നമ്മൾ ഒരു അരിമ മോഡലിംഗിന്റെ പ്രത്യേകത. ഇറ്റ് ഈസ് എ യൂണിവേരിയേറ്റ് അനാലിസിസ്. ആൻഡ് അനദർ ഫണ്ടമെന്റൽ അസംപ്ഷൻ ഈസ് ദാറ്റ് വി ആർ യൂസിങ് സ്റ്റേഷനറി ഡാറ്റ. നമ്മൾ ഇപ്പൊ GDP ആണെങ്കിൽ ആ GDP സ്റ്റേഷനറി അല്ല എങ്കിൽ then we cannot use it for forecasting. We have to make it stationary by differencing. അപ്പോൾ ആണ് അത് അർമ മോഡലിംഗിൽ നിന്ന് അരിമ മോഡലിംഗിലേക്ക് മാറുന്നത്. അത് നമ്മൾ AR ആണെങ്കിലും MA ആണെങ്കിലും മോഡൽ പ്യുവർലി AR MA മോഡലാണ് ഉപയോഗിക്കുന്നതെങ്കിലും if it is not stationary we have to make it stationary by differencing. So അവിടെയാണ് നമ്മൾ ഡിയുടെ പ്രസക്തി വരുന്നത്. And in general and in most of the case with the first differencing itself we can make a non-stationary time series stochastic process into stationary. അത് എപ്പോഴും ആവണമെന്നില്ല, but we have to check. അവിടെയാണ് നമ്മൾ ഗ്രാഫിക്കൽ അനാലിസിസ്, കോറിലോഗ്രാം, യൂണിറ്റ് റൂട്ട് ടെസ്റ്റ്, ഓഗ്മെന്റഡ് ഡിക്കി ഫുള്ളർ ടെസ്റ്റ്, അങ്ങനെ എത്രയോ യൂണിറ്റ് റൂട്ട് ടെസ്റ്റുകളുണ്ട്. അതെല്ലാം നമുക്ക് വിധേയമാക്കാൻ പറ്റുന്നത് അങ്ങനെയാണ്. So one fundamental thing is that we have to make sure that the time series stochastic process that we are using for forecasting is stationary. Now let me go to identification. എങ്ങനെയാണ് നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് പ്രോസസ്. AR ആണോ MA ആണോ അർമയാണോ അരിമയാണോ? സോ വി ഹാവ് ടു ഐഡന്റിഫൈ. നമ്മൾ ഐഡന്റിഫൈ ചെയ്ത മോഡൽ ഒരുപക്ഷെ ഡയഗ്നോസ്റ്റിക് ചെക്കിങ്ങിന്റെ സമയത്ത് അത് സ്ട്രോങ് ആവണമെന്നില്ല. ബട്ട് ദെൻ വി വിൽ ഗോ ബാക്ക്. ഇറ്റ് ഈസ് ഫ്രം ഹിയർ, നോട്ട് ഫ്രം ഡയഗ്നോസ്റ്റിക് ചെക്കിങ് കഴിയുമ്പോഴാണ് നമ്മളത് വീണ്ടും ഐഡന്റിഫിക്കേഷനിലേക്ക് പോകുന്നത്, നോട്ട് ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റിംഗ് വിൽ ബി ഡൺ ബൈ ദ ഫൈനൽ മോഡൽ. ഓക്കെ, ഡയഗ്നോസ്റ്റിക് ചെക്കിംഗ് ഫെയിൽ ആവുകയാണെങ്കിൽ വി വിൽ ഗോ ബാക്ക് ടു ഐഡന്റിഫിക്കേഷൻ അഗൈൻ. Okay, now let's go to the identification. എങ്ങനെയാണ് ഐഡന്റിഫിക്കേഷൻ നടത്തുന്നത്? സോ ഐഡന്റിഫിക്കേഷന് നമ്മൾ സഹായിക്കുന്ന ടൂളുകൾ എന്ന് പറയുന്നത് കോറിലോഗ്രാം ആണ്. കോറിലോഗ്രാംസ് എന്ന് പറയുന്നത്, കോറിലോഗ്രാം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ we will be looking at ACF, auto correlation function. കോറിലോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്ലോട്ട് ഓഫ് ACF and PACF, partial auto correlation function. സി, നിങ്ങൾക്ക് നമ്മുടെ എക്സാമ്പിൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന GDPയുടെ എക്സാമ്പിളാണ് നമ്മൾ യൂഷ്വലി കൈകാര്യം ചെയ്തുകൊണ്ട് വെച്ചത്. ഞാൻ ആ ഡാറ്റ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. സോ GDP നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് നോൺ സ്റ്റേഷനറി. എങ്കിലും ഞാനതിനെ ഒന്ന് കോറിലോഗ്രാം ചെയ്യുകയാണ്. കോറിലോഗ്രാമിന് ഞാൻ 25 ലാഗാണ് എടുക്കുന്നത്, 25 ലാഗാണ് എടുത്തത്. സി, ഇതാണ് ACF എന്ന് പറയുന്നത്. ACFന്റെ സ്പൈക്ക് നോക്കാം. ഈ ബ്ലൂ
ലൈനാണ് ഔട്ടർ ബൗണ്ട് എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ കോൺഫിഡൻസ് ഇന്റർവെൽ എന്ന് പറയുന്നത്. 95% കോൺഫിഡൻസ് ഇന്റർവെല്ല് ACFന്റെ അതിൻ്റെ അകത്ത് വരെ നമ്മൾ അതിനെ സ്റ്റാറ്റിസ്റ്റിക്കലി നോട്ട് സിഗ്നിഫിക്കൻറ്റ് എന്നാണ് കാണുക. ACFും ഈ 0 അവനെ ആവണമെന്നില്ല, 0യുടെ ചെറിയ വേരിയേഷൻസ് ഉണ്ടാണെങ്കിൽ പോലും നമ്മൾ വി വിൽ കൺസിഡർ ഇറ്റ് ആസ് 0 if it is within that blue outbounds. But once it is beyond that boundaries, then ACF is statistically significant. It is not 0. So which means that it is our model is stationary. See, ACF വളരെയധികം സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ്. ഓൾമോസ്റ്റ് 23 ലാഗ് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ്. അതായത് ഇറ്റ് ഇസ് നോട്ട് 0. ACF 0 ആണെങ്കിലാണ് നമ്മൾ അതിനെ നോൺ സ്റ്റേഷനറി ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ഈ ഔട്ടർ ബൗണ്ടറീസ്, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഔട്ടർ ബൗണ്ടറീസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ആണ്. ഇറ്റ് നീ നോട്ട് ബി എ കട്ട് ആൻഡ് റൈറ്റ് ലൈൻ, ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ അപ്രോക്സിമേറ്റ്. അസിംപ്ടോട്ടിക് ആണ്. അസിംപ്ടോട്ടിക് എന്ന് പറയുന്നത് ഡാറ്റ കൂടുന്നതനുസരിച്ച്, ഡാറ്റയുടെ സാമ്പിൾ സൈസ് വർദ്ധിക്കുന്നതനുസരിച്ച് ദ ഔട്ടർ ബൗണ്ടറീസ് വിൽ വേരി. See, we have another thing, that is PACF. നമ്മൾ ഈ കോറിലോഗ്രാം പഠിച്ചപ്പോഴും നമ്മൾ ACF മാത്രമാണ് പഠിച്ചത്, ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആണ് പഠിച്ചത്. അനദർ തിങ് ഈസ് ലുക്ക് അറ്റ് ദ PACF, പാർഷ്യൽ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. എന്താണത് പാർഷ്യൽ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ? അതിന് ഒരു സിഗ്നിഫിക്കൻറ്റ് സ്പൈക്ക് മാത്രമേ ഉള്ളൂ, ആൻഡ് ദാറ്റ് സ്പൈക്ക് ഈസ് കറസ്പോണ്ടിങ് ടു ദ ദിസ് വൺ, വിച്ച് ആർ ബോത്ത് ആർ ദ സെയിം. നമുക്കിത് നോക്കാം. അതിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ലാഗ് 1ൽ 0.9689 ആണ്, അത് PACF-ഉം 0.9689. സി, നമ്മൾ PACF-ന് നമ്മൾ പോപ്പുലേഷൻ PACF ഉണ്ട്, നമ്മൾ അതിനെ കാണിക്കുന്നത് റോ KK എന്നാണ്. സാമ്പിൾ PACF ആണെങ്കിൽ നമ്മൾ അതിനെ കാണിക്കുക റോ ക്യാപ് KK. ഇനി എന്താണ് പാർഷ്യൽ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ? നമ്മൾ ACF നമ്മൾ പഠിച്ചിരുന്നു, കോറിലേഷൻ ആണ്. സോ YT മൈനസ് Kയും തമ്മിലുള്ള കോറിലേഷൻ നമ്മൾ പരിഗണിക്കുമ്പോൾ അതിൻ്റെ ഇന്റർവീനിങ് ആയിട്ടുള്ള, ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന വൈസിനെ നമ്മൾ അതിൻ്റെ എഫക്റ്റിന് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന വൈസിൻ്റെ എഫക്റ്റിനെ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ, അതിനെ നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ സപ്പോസ് YT മൈനസ് 4ഉം തമ്മിലുള്ള കോറിലേഷൻ ഞാൻ മെഷർ ചെയ്യാണ്. മെഷർ ചെയ്യുമ്പോൾ ACF ആണെങ്കിൽ അതിൻ്റെ ഇൻ ബിറ്റ്വീനുള്ള YT മൈനസ് 1, YT മൈനസ് 2, YT മൈനസ് 3, ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റ് ഈ ACF-ൻ്റെ അകത്ത് കയറി വരും. YT മൈനസ് 1ൻ്റെ ഇമ്പാക്റ്റ് വരും, YT മൈനസ് 2ൻ്റെ ഇമ്പാക്റ്റ് വരും, YT മൈനസ് 3യുടെ ഇമ്പാക്റ്റ് വരും. ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റ് എവിടെ വരുന്നുണ്ട്? ACF-ൻ്റെ അകത്ത് വരുന്നുണ്ട്. YTയും YT മൈനസ് 4ഉം തമ്മിലുള്ള കോറിലേഷൻ നോക്കുമ്പോൾ, ഇഫ് യു ആർ കൺസിഡറിങ് ഓൾ ദ കോറിലേഷൻസ്, അതായത് ഈ YT മൈനസ് 4ഉം YTയും YT മൈനസ് 4ഉം തമ്മിലുള്ള കോറിലേഷൻ്റെ അകത്ത് ഈ എല്ലാ എലമെന്റ്സിൻ്റെയും ഇൻഫ്ലുവൻസ് കയറി വരികയാണെങ്കിൽ then it is ACF. അതാണ് ACF എന്ന് പറയുന്നത്. അപ്പോഴാണ് അത് ACF ആണ്. അതേസമയം if we cancel all these effects of the intervening times and we are considering only the correlation between YT4 and YT, then it is PACF. Then it is called partial autocorrelation function. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കാം. YTയും
YT മൈനസ് 1 തമ്മിലുള്ള കോറിലേഷൻ എന്ന് പറയുന്നത് അത് ACF ആണ്. ACF. അതേസമയം അത് ACF ആണ്, ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. അപ്പൊ YTയും YT മൈനസ് 1 തമ്മിലുള്ള PACF അതിന്റെ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഇന്റർവീനിങ് ആയിട്ടുള്ള വൈസ് ഉണ്ടോ? YTയും YT മൈനസ് 1ന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു അതിന്റെ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും വൈസ് ഉണ്ടോ? ഒന്നും തന്നെയില്ല. അതായത് അറ്റ് ലാഗ് 1 ACF ആൻഡ് PACF ആർ വൺ ആൻഡ് ദ സെയിം. കാരണം ഇന്റർവീനിങ് ഇല്ല. അതേസമയം YT മൈനസ് 2 വരികയാണെങ്കിൽ ACF ആൻഡ് PACF വിൽ ബി ക്വൈറ്റ് ഡിഫറെന്റ്. കാരണം നമ്മൾ PACFൽ എന്ത് ചെയ്യും? PACFൽ വി വിൽ റിമൂവ് ദ എഫക്റ്റ് ഓഫ് YT മൈനസ് 1. വി വിൽ റിമൂവ് ദ എഫക്റ്റ് ഓഫ് YT മൈനസ് 1. ഇതിന് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ then it is PACF. If you are including this effect also into this correlation, then it is ACF. So നമ്മൾ മൾട്ടിപ്പിൾ റിഗ്രഷൻ പഠിച്ച സമയത്ത് പാർഷ്യൽ കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ എഫക്റ്റ് പോലെ തന്നെയാണ് ഇവിടെ പാർഷ്യൽ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. ആ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള നമ്മൾ പാർഷ്യൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് കാര്യത്തിലാണെങ്കിൽ നമ്മൾ മറ്റു ഒരു റിഗ്രസർ അതിന്റെ മാത്രം ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ആ കോഎഫിഷ്യൻ, ഒരു റിഗ്രസറിന്റെ കോഎഫിഷ്യൻ എന്ന് പറയുന്നത് കെ റിഗ്രസറിന്റെ കോഎഫിഷ്യൻ എന്ന് പറയുന്നത് ആ കെ എന്നുള്ള റിഗ്രസറിന്റെ മാത്രം ഇമ്പാക്ട്, ഡിപ്പെൻഡന്റ് വേരിയബിള് അതിന്റെ മാത്രം ഇമ്പാക്റ്റ് ആണ് മെഷർ ചെയ്യുന്നത്. കീപ്പിംഗ് ഓൾ അതർ ഇമ്പാക്ട്സ് ഓഫ് ഓൾ അതർ റിഗ്രസേഴ്സ് കോൺസ്റ്റന്റ്. പാർഷ്യൽ കോറിലേഷൻ പാർഷ്യൽ റിഗ്രഷൻ കോഎഫിഷ്യന്റ് അതായത് അതേ ആശയം തന്നെയാണ് ഇവിടെ. PACFൽ നമ്മൾ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള എല്ലാ വൈസിന്റെയും എഫക്റ്റിനെ നമ്മൾ റിമൂവ് ചെയ്യും. ഓക്കെ, നൗ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഐഡന്റിഫിക്കേഷനിൽ നമ്മൾ എന്താ ചെയ്യുക? വി വിൽ ബി ലുക്കിംഗ് അറ്റ് ദ ACF ആൻഡ് PACF. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ACFും ACF നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അപ് ടു 23 lakhs all the spikes are positive and well above the outer bound, which means that GDP is non-stationary. നമ്മൾ യൂണിറ്റ് റൂട്ട് ടെസ്റ്റിന് വിധേയമാക്കിയപ്പോൾ നമുക്ക് 0.05 മുകളിലാണ് അസിംപ്റ്റോട്ടിക് വാല്യൂ ഓർ P വാല്യൂ. സോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം? സോ വി ഹാവ് ടു ടേക്ക് ദ ഫസ്റ്റ് ഡിഫറൻസ്. നമ്മൾ ഫസ്റ്റ് ഡിഫറൻസ് GDPയുടെ ഫസ്റ്റ് ഡിഫറൻസ് ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് we have just at one clicks we will get the first difference. So this is the first difference. So first difference ന്റെ കോറിലോഗ്രാം ഞാൻ ചെക്ക് ചെയ്യാണ്. 25 ലാഗ് തന്നെ ഞാൻ എടുക്കുന്നു. See, this is the correlogram of. Now look at the correlogram. Compare the correlogram. There is no similarity at all. So if നമുക്ക് നമ്മൾ കോറിലോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്റ്റേഷനറി ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അത് കോറിലോഗ്രാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. സോ ഇവിടെ നോക്കുക, ഫസ്റ്റ് ACF സ്പൈക്ക് ഔട്ടർ ബൗണ്ടിന് മുകളിലാണ്. അതേസമയം ഒരു 8ാമത്തെ 12ാമത്തെ അങ്ങനെയുള്ള ലാഗുകളിലെല്ലാം സ്പൈക്കുകൾ സിഗ്നിഫിക്കൻ്റ്ലി അതർ ദാൻ 0. PACF ആണെങ്കിൽ നോക്കുക, PACFന്റെ ഫസ്റ്റ് 8, 12 ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ്. സോ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കോറിലോഗ്രാം വെച്ചിട്ട് നമുക്ക് അത് നോൺ സ്റ്റേഷനറി ആണെന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ നമ്മൾ ഫോർമൽ ടെസ്റ്റ് ആയിട്ടുള്ള ഓഗ്മെന്റഡ് ഡിക്കിഫുള്ള ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് സ്റ്റേഷനറി. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഔട്ടർ ബൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഫിക്സ്ഡ് സംതിങ് വെരി മച്ച് ഫിക്സ്ഡ്. നോ, അതിന് ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ളൊരു ബൗണ്ടറി ആണിത്.
അത് സാമ്പിൾ സൈസ് ഒക്കെ മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ അസിംപ്റ്റോട്ടിക് ആവുന്നതനുസരിച്ച് അതിന് വേരിയേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോർമൽ ടെസ്റ്റ് ആയിട്ടുള്ള ഡിക്കി ഫുള്ളർ, ഓഗ്മെന്റഡ് ഡിക്കി ഫുള്ളർ ടെസ്റ്റ് നടത്തുമ്പോൾ വി ക്യാൻ പ്രൂവ് ദാറ്റ് ദ ഡിഫറൻസ്ഡ് GDP ഈസ് സ്റ്റേഷനറി. സോ നമുക്ക് ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ആ ഡിഫറൻസ്ഡ് സ്റ്റേഷനറിയാണ്. അപ്പൊ GDP പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് നേരെ GDP ലെവൽ ഫോമിൽ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത് നോൺ സ്റ്റേഷനറി. സോ വി ക്യാൻ യൂസ് വൺസ് വി കൺസിഡർ ദ ഡിഫറൻസ്ഡ് GDP and we prove that it is stationary. Now it can be used for predicting change in GDP. See, അപ്പോൾ നമ്മൾ നേരെ GDP അല്ല ഇപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യുക. നമ്മൾ ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രിഡിക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യാനാണ് പ്രിഡിക്റ്റ് ചെയ്യുക. സി, ഇവിടെ നമുക്ക് ലെവൽ ഫോമിലായിരുന്നു വെച്ചെങ്കിൽ നമുക്ക് GDP തന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതേസമയം നമ്മൾ GDPയുടെ ചേഞ്ച്, ഫസ്റ്റ് ഡിഫറൻസ് പറയുന്നത് ഡെൽറ്റ GDP ആണ്. സോ ഡെൽറ്റ GDP പ്രിഡിക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നതും ഡെൽറ്റ GDP തന്നെയായിരിക്കും. ഒരു ഫ്യൂച്ചർ പീരീഡിൽ ഡെൽറ്റ GDP ആയിരിക്കും പ്രിഡിക്റ്റ് ചെയ്യുന്നത്. ആൻഡ് വി ക്യാൻ convert that back into GDP through some mathematical procedure, some statistical procedure. We can convert back to the level form. But what I was saying, when we predict a difference to GDP, we'll be predicting that difference to GDP in future, not the GDP at level form directly. അത് ശ്രദ്ധിക്കുക. സി, ഇനി നമ്മൾക്ക് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലത്തിലേക്ക് വരാം. ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലത്തിൽ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ആർ ലുക്കിംഗ് അറ്റ് ദ ഷേപ്സ് ഓഫ് ഓർ ദ പാറ്റേൺസ് ഓഫ് ദ ACF ആൻഡ് PACF രണ്ടും നമ്മൾ നോക്കും. ഇനി എങ്ങനെയാണ് ആ പാറ്റേൺസ് പോകുന്നത് നമുക്ക് നോക്കാം. പാറ്റേൺസ് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർലി AR സ്റ്റോക്കാസ്റ്റിക് പ്രോസസ് ആണെങ്കിൽ AR സ്റ്റോക്കാസ്റ്റിക് പ്രോസസ് ആണ് വിചാരിക്കാം. AR സ്റ്റോക്കാസ്റ്റിക് പ്രോസസ് 1 ഒരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. അതിന്റെ ACF-നും PACF-നും ഒരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. അതേപോലെ AR2 പ്രോസസ് ആണെങ്കിൽ അതിനൊക്കെ ഒരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള പാറ്റേൺ ഉണ്ട്. അതേപോലെ MA മൂവിങ് ആവറേജ് ഓർഡർ 1 പ്രോസസ് ആണെങ്കിൽ മൂവിങ് ആവറേജ് 2 പ്രോസസ് ആണെങ്കിൽ, അതല്ലെങ്കിൽ AR-ARMA 1 ആണെങ്കിൽ, അതേപോലെ ARIMA 111 ആണെങ്കിൽ, ഇതിനെല്ലാം തിയറിറ്റിക്കലി there is a pattern for ACF and PACF. സോ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന, നമ്മൾ ഏതാണോ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പൊ നമ്മൾ GDPയുടെ ഫസ്റ്റ് ഡിഫറൻസ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നു. നമ്മൾ അത് GDP പ്രെഡിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, പക്ഷെ GDP നോൺ സ്റ്റേഷനറി ആണ്. നമ്മളപ്പോൾ എന്ത് ചെയ്തു, അതിനെ ഡിഫറൻസ് ചെയ്തിട്ട് നമ്മൾ അതിനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ കോറിലോഗ്രാമിനെ ACF-നെയും PACF-നെയും കോറിലോഗ്രാമിനെ നമ്മൾ ഈ തിയററ്റിക്കൽ ആയിട്ടുള്ള പാറ്റേൺസ് വെച്ച് കമ്പയർ ചെയ്യും. ദെൻ ഏതുമായിട്ടാണോ ഏറ്റവും കൂടുതൽ റിസംബ്ലൻസ് ഉള്ളത്, AR1 ആയിട്ടാണോ റിസംബ്ലൻസ് ഉള്ളത്, AR2 ആയിട്ടാണോ റിസംബ്ലൻസ് ഉള്ളത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു മോഡൽ ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് അതിന്റെ ACF PACF-ന്റെ ഒരു ക്രൈറ്റീരിയൻ എന്ന് നോക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഇപ്പോൾ AR മോഡലാണെന്ന് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് വെച്ചാൽ, സപ്പോസ് ദിസ് ഈസ് ACF and I am writing here PACF. ACF-ന്റെ ഞാനിപ്പോൾ AR മോഡലാണെങ്കിൽ പറയുകയാണ്, AR ആണ് മോഡലെങ്കിൽ, ACF-ന് സംഭവിക്കുന്നത് ഒരു എക്സ്പോണൻഷ്യൽ ഡീകേ ആയിരിക്കും. അതായത് അതിന് സപ്പോസ് അതിന്റെ സ്പൈക്സ് എക്സ്പോണൻഷ്യലി
ഡിക്ലൈൻ ചെയ്യും അല്ലെങ്കിൽ ഡീക്കേ ആവും. PACF ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ ലാഗിന് ശേഷം അത് ടോട്ടലി കട്ട് ഓഫ് ആവും. സപ്പോസ് അത് ചിലപ്പോൾ 1 ഉം 2 ആവാം, ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആയിട്ട്. ഞാൻ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി പോസിറ്റീവായിട്ട് ഇങ്ങനെ വരച്ചു മാത്രമേ. ഇറ്റ് ക്യാൻ ടേക്ക് എനി ഷേപ്പ്. അപ്പോൾ AR മോഡൽ ആണെങ്കിൽ, സപ്പോസ് ഇറ്റ് ഈസ് ആൻ AR മോഡൽ, എയറിന്റെ 1 ആണോ 2 ആണോ അല്ലെങ്കിൽ എയറിന്റെ P ഓർഡർ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ PACFന്റെ സ്പൈക്കിന്റെ എണ്ണമാണ് നോക്കുന്നത്. എത്ര സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സ്പൈക്ക് ഉണ്ടെന്നാണ് നമ്മൾ ARന്റെ P വാല്യൂവിന് തീരുമാനിക്കുന്നത്. പക്ഷെ ഒരു മാനദണ്ഡം എന്താണ്? ACF എക്സ്പോണൻഷ്യലി ഡീക്കേ ചെയ്യണം. എക്സ്പോണൻഷ്യലി ഡീക്കേ ചെയ്യണം. PACF ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ ലാഗിന് ശേഷം അത് ഫുള്ളി കട്ട് ഓഫ് ആണ്. ആ ലാഗിന്റെ നമ്പർ ആണ് നമ്മുടെ ARനെ 1 ആണോ. ഇപ്പൊ സപ്പോസ് 1ന് ശേഷം ഇത് ഫുള്ളി കട്ടായി പോവുകയാണെങ്കിൽ വി ക്യാൻ ഡിസൈഡ് ദ P ഓർഡർ, ദാറ്റ് P ഓർഡർ ഈസ് 1. ഇറ്റ് ഇസ് ആൻ AR1 പ്രോസസ്. അതേസമയം ACF എങ്ങനെയായിരിക്കണം ഡിക്ലൈൻ ചെയ്യേണ്ടത്? തിയററ്റിക്കലി അത് ഒരു എക്സ്പോണൻഷ്യൽ ഡീക്കേ ആയിരിക്കണം സംഭവിക്കുന്നത്. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കേസാണ് MA എന്ന് പറയുന്നത്. മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. PACF എങ്ങനെയായിരിക്കും സംഭവിക്കുക? PACFന് ഒരു എക്സ്പോണൻഷ്യൽ ഡീക്കേ, അത് കുറയുന്നത്. അത് ഇറ്റ് ക്യാൻ ബി ഓൾട്ടർനേറ്റീവ്. It need not be on the one side of the parallelogram. It need not be on the one side of the zero horizontal axis. ആ എക്സ്പോണൻഷ്യൽ ഡീക്കേ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റീവ് ആവാം കേട്ടോ, മേ ബി ഓൾട്ടർനേറ്റീവ് ആവാം. അപ്പോൾ പക്ഷെ PACF ജോമെട്രിക്കലി അത് ഡീക്കേ ചെയ്യുന്നു. അതേസമയം ACF ഒരു പർട്ടിക്കുലർ ലാഗിന് ശേഷം കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആവും. ACF ഒരു പർട്ടിക്കുലർ ലാഗിന് ശേഷം അത് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആവും. സപ്പോസ് 2 ലാഗിന് ശേഷം അത് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആവുമെന്ന് വിചാരിക്കാം. ഒരു 2 ലാഗിന് ശേഷം അത് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആവും. ദെൻ വാട്ട് ഈസ് ദ MA മോഡൽ? ഇത് MA മോഡലാണ്. അതായത് PACF ജോമെട്രിക്കലി ഡിക്ലൈൻ നേരെ ഓപ്പോസിറ്റ്. AR മോഡലിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് MA മോഡലിന്റെ പ്രോസസ്. MA മോഡൽ പ്രോസസ്. സോ PACF ജോമെട്രിക്കലി ഡിക്ലൈൻ ആവുന്നു. പക്ഷെ ഇത് 2 ലാഗിന് ശേഷം, സിഗ്നിഫിക്കന്റ് ലാഗിന് ശേഷം അത് കട്ട് ഓഫ് ആവുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് MAയുടെ Q എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2, MA2. കാരണം 2 സിഗ്നിഫിക്കന്റ് സ്പൈക്സ് ആണുള്ളത്. സോ നമുക്ക് അടുത്തതെന്ന് പറയുന്നത് അർമയാണ്. അർമ മോഡലിംഗ് പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം. ഇത് ഫസ്റ്റ് ഡിഫറൻസ് നമ്മുടെ GDPയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡിഫറൻസിങ് ചെയ്തതിന് ശേഷമാണ് സ്റ്റേഷനറി ആയത്. അപ്പൊ അത് അരിമയാണ്. കാരണം D എന്ന് പറയുന്നത് 1 ആണ് അവിടെ. സോ അർമയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇന്റഗ്രേറ്റഡ് ഓർഡർ നമുക്ക് അറിയാൻ പറ്റും. അത് അതിന് ശേഷമാണ് നമ്മൾ പിന്നെ അതിനെ അർമ മോഡലോ AR മോഡലോ MA മോഡലോ അർമ മോഡലോ ആക്കുന്നത്. സോ വെദർ വി ഹാവ് ടു first identify whether it is stationary at level form or not. If it is not at level form, we have to differentiate to make it to stationary. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഐയുടെ D എന്ന് പറയുന്ന വാല്യൂ, ഡിയുടെ വാല്യൂ നമുക്ക് നേരത്തെ തന്നെ കിട്ടും, മോഡലിങ്ങിന് മുമ്പ് തന്നെ നമുക്ക് കിട്ടും. സോ അർമ മോഡലാണെന്ന് അറിയാനായിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഡിഫറൻസ് ചെയ്ത് GDPയെ നമ്മൾ കോറിലോഗ്രാം ചെയ്ത് നോക്കുമ്പോൾ സപ്പോസ് ബോത്ത് ആർ ഡിക്ലൈനിങ് geometrically, then it is ARMA modeling. Suppose both are declining geometrically. Suppose both are declining geometrically. Then
If both are declining geometrically, decaying geometrically, then it is ARMA modeling. So this is the theoretical pattern. പക്ഷെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ സാമ്പിൾ സൈസാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് തിയറിറ്റിക്കൽ പാറ്റേണിനോട് അങ്ങനെ നേരെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നമുക്ക് കിട്ടില്ല. സോ നമ്മൾ ഒരു റിസംബ്ലൻസ് മാത്രമാണ് നമ്മൾ നോക്കുക. ഏകദേശം അങ്ങനെയാണോ എന്നാണ് നമ്മൾ നോക്കുക. ഏകദേശം അങ്ങനെയാണ്. അത് നമുക്കൊരു ഗൈഡ് ലൈൻ ആയിട്ട് നമുക്ക് നിൽക്കുകയും നമ്മൾ ആ മോഡൽ എടുക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും, ഡയഗ്നോസ്റ്റിക് ചെക്ക് ചെയ്യും, വൈറ്റ് നോയ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യും. വൈറ്റ് നോയ്സ് അല്ല എങ്കിൽ നമ്മൾ വീണ്ടും തിരിച്ച് ഐഡന്റിഫിക്കേഷനിലേക്ക് പോകണം. റെസിഡ്യൂവൽ വൈറ്റ് നോയ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും തിരിച്ച് ഐഡന്റിഫിക്കേഷനിലേക്ക് പോകണം, വേറൊരു മോഡൽ ഐഡന്റിഫൈ ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് മോർ ഓഫ് ആൻ ആർട്ട് ദാൻ സയൻസ്. എക്സ്പീരിയൻസിലൂടെയാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡല് സെലക്ട് ചെയ്യാനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫോർകാസ്റ്റിംഗ് ചെയ്യാനും പറ്റുള്ളൂ. സോ 2 econometricians may come up with 2 ARMA or ARIMA models, Box-Jenkins, 2 types of Box-Jenkins technology, and their forecasting will be different. So it comes with experience which one is a better one, representing best fit model. ഇനി നമ്മുടെ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ എക്സാമ്പിളിൽ നോക്കുക, പല സ്പൈക്കുകൾ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇവിടെ PACFന്റെയും ACFന്റെയൊക്കെ സ്പൈക്കുകൾ ഒരു ജോമെട്രിക്കൽ, ഇത് നമ്മൾ നോക്കേണ്ട, കാരണം ഇത് നോൺ സ്റ്റേഷനറി ആണ്, അതുകൊണ്ട് നമ്മൾ അതിനെ കളയുന്നു. ഇത് ഫസ്റ്റ് ഡിഫറൻസിങ് ആണ്. സോ ഫസ്റ്റ് ഡിഫറൻസിങ്ങിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഒരു ജോമെട്രിക്കൽ ഡിക്ലൈൻ ഉണ്ടോ എന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ACFന് ഒരു ജോമെട്രിക്കൽ ഡിക്ലൈൻ, ഇവിടെ നമുക്കൊരു ജോമെട്രിക് ഡിക്ലൈൻ കാണാനായിട്ട് പറ്റും. എവിടെ വരെ? ഈ ഒരു ലാഗ് വരെ. പിന്നെ ഒരു 8ാമത്തെ ലാഗിൽ ഒരു സ്പൈക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒരു സൈൻ വേവ് പോലെ ഒരു ജോമെട്രിക്കൽ ഡിക്ലൈൻ അവിടെ കാണാം. എക്സാക്ട് അല്ല എങ്കിലും there is a pattern. So AR is geometrical decline. Then PACF cuts off at 1 lag. Then there is significant lags at 8 and 12. So നമുക്ക് ഈ മോഡൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ആൻ AR മോഡൽ, ഇറ്റ്സ് ആൻ ഓട്ടോ റിഗ്രസീവ് മോഡൽ. പക്ഷെ അതിന്റെ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് there are 3. It can be identified as a AR model. കാരണം ACF ജോമെട്രിക്കലി ഡിക്ലൈൻ ആണ്, PACF കട്ട് ഓഫ് ആവുന്നു, ഇമീഡിയറ്റ്ലി കട്ട് ഓഫ് ആവുന്നു. പക്ഷെ 1 സ്പൈക്കിന് ശേഷം പിന്നെ 8, 12 ഈ സ്ഥലങ്ങളിലെല്ലാം സ്പൈക്ക് ഉണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും അത് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് അല്ല. സോ നമുക്ക് ഈ മോഡൽ AR മോഡലായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. കാരണം ഇത് ജോമെട്രിക്കലി ഡിക്ലൈൻ, ACF ജോമെട്രിക്കലി ഡിക്ലൈൻ ചെയ്യുന്നു, PACF കട്ട് ഓഫ് ആവുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പിയുടെ വാല്യൂ എടുക്കുകയാണെങ്കിൽ we have to consider both 1, 8 and 12. സോ നമ്മൾ എടുക്കാൻ പോകുന്ന ലാഗ്, ഇപ്പോൾ GDP ഡിഫറൻസ്ഡ് GDPയുടെ ലാഗ് എടുക്കുമ്പോൾ AR മോഡലായിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ we will take the first lag, 8th lag and 12th lag into the model. Not all the lags, we will take only 3 lags. First lag, 8th lag and 12. 3 lags we will be taking, consider. So at the class we will go with the estimation, and we will talk about the diagnostic checking and forecasting.